ഇപ്പൊ നമുക്ക് മടക്കോ ഡ്രസ് കിട്ടിയാലില്ലേ അതിന് പോവോ? പോവും. പെരുന്നാളൊക്കെ ചിന്തത്തിട്ട്. ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പം ഞാനും മിന്നൊന്നിങ്ങനെ പാടത്തു കൂടി ഇറങ്ങി പോകട്ടെ. കാരണം എടുക്കാം, ഇപ്പോൾ ക്ലാസ് തുടങ്ങിയിട്ടില്ലേ, അപ്പം എനിക്ക് സ്കൂൾക്കുള്ള സാധനങ്ങൾ മേടിക്കാനായിട്ട് പോകട്ടോ. അപ്പോൾ വൈകുന്നേരം എന്ന് പറഞ്ഞാൽ 3 മണി ആ സമയത്താട്ടോ നമ്മൾ പോയിട്ടുള്ളത്. രാവിലെ എങ്ങനെ ഒരുങ്ങി പിടിച്ച് പോരുകയാണെങ്കിൽ ആ വെയിലാകുമ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങുള്ളൂ കേട്ടോ. അപ്പം തന്നെ വെയിലൊക്കെ ഉണ്ട്, എന്നാലും ചെറിയൊരു ശമനം ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് നേരെ അവളെ സ്കൂൾക്ക് എന്തൊക്കെയാണ് സാധനങ്ങളാണ് ലിസ്റ്റൊക്കെ ഇടിപ്പിച്ചിരിക്കണം കേട്ടോ അവളെ കൊണ്ട്. അതിലൊന്നും മറന്നിക്കണു കാട്. എന്താ അപ്പം നമുക്ക് ഇനി അവിടുന്ന് ചുങ്കത്തുനിന്ന് കാണാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ഓക്ക് ആദ്യം നോട്ട് ബുക്ക് എടുക്കാനായിട്ട് പോന്നു കേട്ടോ. അപ്പം അത് നമ്മൾ ആദ്യം ഇങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് നോക്കുന്നുണ്ടെങ്കിലും പിന്നെ നമ്മൾ ഒന്നായിട്ടുള്ള ഒരു സെറ്റാണ് കേട്ടോ. 12 നോട്ട് ബുക്ക് വരുന്ന ഒരു കെട്ടെടുത്തു. ഏകദേശം ഒരു 10-15 നോട്ട് ബുക്ക് ഒക്കെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഒരു കെട്ടെടുത്തു. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് 3 നോട്ട് ബുക്ക് എടുത്തു. പിന്നെ ഒരു നോട്ട് ബുക്ക് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടില്ല കേട്ടോ. അത് അത്യാവശ്യം നല്ല കട്ടിയുള്ളൊരു നോട്ട് ബുക്ക് വേണമെന്ന് ഓള് പറഞ്ഞതുകൊണ്ട് അത് നമ്മൾ പിന്നെ പുറത്തുനിന്ന് വാങ്ങിക്കാൻ നേരത്തെ കേട്ടോ. അപ്പോൾ അതവിടെ പെൻഡിങ്ങിലാണ്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ നമ്മൾ പേനയും അങ്ങനെ ഉള്ള സംഭവങ്ങൾ ഒക്കെ നോക്കിട്ടോ. അപ്പോൾ ഇവിടുന്ന് പേനയും അതുപോലെ പെൻസിലില്ല പേനയും പൊതിയൊക്കെ എടുത്തു കേട്ടോ. നെയ്സ് സ്ലിപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ബാഗ് എടുക്കാൻ പോയിട്ടോ. ബാഗ് എടുക്കാൻ നമ്മൾ ഒരു ഷോപ്പ് കയറിയപ്പോൾ അവിടെ ഉള്ള കളക്ഷനാണ് കേട്ടോ അതൊക്കെ. പിന്നെയെന്ന് പറഞ്ഞാൽ മെയ് മാസം ആകുമ്പോഴത്തേക്കുള്ളല്ലോ ബാഗ് കളക്ഷൻസൊക്കെ പുതിയതായിട്ട് ഇറങ്ങി വരുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഓക്ക് പറ്റിയത് കിട്ടിയില്ല. പിന്നെ നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്ന കടയിൽ പോയിട്ടോ. അപ്പോൾ അവിടുന്ന് ഓക്ക് പറ്റിയ കളറ് കിട്ടി. അപ്പോൾ അവിടുന്ന് ബാഗ് കൊടുത്ത് നമ്മൾ നേരെ വീട്ടിൽ പോന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടോ. ഓക്ക് സ്കൂൾക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച് നമ്മൾ പോകുന്നു. അവിടുന്ന് നമുക്ക് വല്ലാതെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാനും ഓളും അല്ലേ അല്ലെങ്കിൽ മറ്റേ നമ്മളെ കൂടെ കാക്കുണ്ടാകുമ്പോൾ പിന്നെ നമുക്ക് ആ ഒരു ഇതില്ല കേട്ടോ. വീഡിയോ അങ്ങനെ എടുത്ത് പോയാൽ മതി. ഞാൻ ഓളും കാക്കും ആയിക്കോളും പർച്ചേസിങ് കേട്ടോ. അപ്പോൾ ഓളപ്പായ ഞാൻ നിൽക്കേണ്ടതുകൊണ്ട് ഞാൻ തന്നെ ചെയ്തു. പിന്നെ ഓളെ ഇഷ്ടത്തിനാണ് കേട്ടോ ഇപ്രാവശ്യത്തെ ഫുൾ പർച്ചേസിങ്ങും. ഓളെ ഇഷ്ടപ്പെട്ട കളറ് ഒക്കെ ഇഷ്ടപ്പെട്ട എന്താ ഞാൻ പറഞ്ഞു ഇഷ്ടപ്പെട്ട കളറ് നല്ല കളറാണ് അപ്പം എടുത്തു. അങ്ങനെ എന്തേലും ആയിക്കോട്ടെ, എന്തായാലും ഓളെ ഇഷ്ടത്തിനാണ് പ്രാവശ്യത്തോളം സ്കൂൾ ഷോപ്പിംഗ് കേട്ടോ. അപ്പം നമുക്ക് മേടിച്ചത് എന്തൊക്കെയെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ഇതാ നമ്മളെന്നും അധികം ഈ ബ്രൗൺ കളറ് റോളാണ് കേട്ടോ മേടിക്കുക ബുക്ക് പൊതിയാനായിട്ടുള്ളത്. അപ്പോൾ ഇതാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ, ഒന്നും പറയാല്ല. ആദ്യം മുതൽക്കുള്ള പൊതിയായതുകൊണ്ട് LKG മുതൽ 12 ഒരു കൊല്ലം മാത്രം വേറൊരു പൊതി, അല്ലാത്ത കൊല്ലമൊക്കെ തന്നെ ഇതായി എഴുതിട്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്താ പിന്നെ അതാ നമ്മള് ഡിവൈൻ ക്ലാസിക്കിന്റെ നോട്ട് ബുക്ക് ആട്ടോ മേടിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു സെറ്റ് 12 നോട്ട് ബുക്ക് ഇങ്ങനെ ഒരു സെറ്റ് എടുത്തു. അതുപോലെ പിന്നെ സെപ്പറേറ്റ് നമുക്ക് ഇതിക്ക് ഒരു നോട്ട് ബുക്ക് കിട്ടാണ്ട് കേട്ടോ. അത് അത്യാവശ്യം നല്ല കട്ടിയുള്ള ബുക്ക് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് അത് അവിടെ ഇല്ല കേട്ടോ. നമ്മൾ ചോദിച്ചപ്പോൾ അവിടെ ഇല്ല. ആകെ ഇത്ര കട്ടില്ല നോട്ടിനുള്ളൂ. അപ്പോൾ നമ്മൾ അതിലേക്കുള്ള നല്ല നോട്ട് ബുക്കുകൾ എടുത്ത് നമ്മൾ പോന്നു. പിന്നെ അതാ ഇങ്ങനെ ഒരു 3 നോട്ട് സെപ്പറേറ്റ് ആയിട്ട് അത് കൊടുത്തു. 15. അപ്പൊ ഇത്രയും നോട്ട് എന്ന് പറഞ്ഞാല് ടോട്ടൽ എത്ര നോട്ട് ബുക്ക് ഇപ്പൊ എടുത്തു? 15 നോട്ട് ബുക്ക്. ഇതിന് മുന്നേ 3-4 നോട്ട് ബുക്ക് വേറെ. ഇത്രയും നോട്ട് ബുക്ക് വേണ്ടത് എന്താ വെച്ചാല് ട്യൂഷനും കൂടെ ഉണ്ടല്ലോ. അപ്പൊ അതിക്കുള്ള നോട്ട് ബുക്കും പാടെയാണ് കേട്ടോ ഇത്രയും നോട്ട് ബുക്ക്. അപ്പൊ നോട്ട് ബുക്ക് കഴിഞ്ഞു. അടുത്തത് അതിൽക്കുള്ള ഇവിടെ വന്നപ്പോ നോക്കിയപ്പോഴാണ് ഒരു കാര്യം മറന്നത്. സ്ലിപ്പ് ഒന്നും പാടെ വാണീനു അതിന് മേടിച്ച പ്ലെയിനൊക്കെ പോകുമ്പോ അത് ഒന്ന് മേടിച്ചു. അപ്പൊ പ്ലെയിൻ ആട്ടോ. ഇപ്പൊ 10ാം ക്ലാസ്സിലാകുമ്പോ ടീച്ചറിന്റെ പിന്നാലൊന്നും നടക്കില്ലല്ലോ. പിന്നെ അതാ ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ. അത് നമ്മളിപ്പോ താൽക്കാലികമായിട്ട് ഒരു പാക്കറ്റ് മേടിച്ചു കേട്ടോ. ഇതേതാണ് വിൻമൈ സ്റ്റിക്കിന്റെ ബ്ലൂ കളറിലുള്ളത്. അതൊന്ന് മേടിച്ചു. അയ്യോ ഒന്നുമില്ല. പിന്നെ ഇതാണ് ഓളെ ബാഗ് കേട്ടോ. ഇവിടെ പക്ഷെ ഇതിന്റെ നല്ലതാ ബ്രൗൺ ആയിരുന്നു. പക്ഷെ ബ്രൗണ് തീരെ കട്ടില്ല.
ഇത് ഇങ്ങനെ ഒരു ചെറിയൊരു അറയുണ്ട്, ചെറുതല്ല കുറച്ചൊക്കെ അത്യാവശ്യം വലിപ്പം. പിന്നെ ഇതാ ഇങ്ങനെ ഒന്നുണ്ട്, ഇങ്ങനെ ഒന്നുണ്ട്, ഇതിലൊക്കെ എന്തിടാനാ? ഇങ്ങനെ ഇവിടെ ഒന്നുണ്ട്, പിന്നെ ഒന്നുണ്ട്. അതെന്താ പറയാ, മൂത്തമ്മ ബാഗ് എടുക്കാൻ പറഞ്ഞ കുഞ്ഞുട്ടിനോടെ, കുഞ്ഞുട്ടി അത്യാവശ്യം വലിപ്പമല്ല ബാഗ് എടുക്കാൻ, എന്തിനാ അമ്മ അയച്ചേ കാപ്പക്ക് വീർന്നു പോകുമ്പോ തുണിയാളിട്ടാലോ നമുക്ക് കൊണ്ടുപോയി കേട്ടോ. അല്ല ഇതൊക്കെ എനിക്ക് ആവശ്യമുണ്ടാവും അത്യാവശ്യം. അതിൽ 5 അറയുള്ളൊരു ബാഗാട്ടോ. പിന്നെ ഇവിടെ നമ്മളെ ബോട്ടിലിടാനുള്ള ഇതൊന്നുമില്ല ഇതില്, എന്നാലും ഇതൊന്നുമില്ല, എന്നാലും അതുകൊണ്ട് ബാഗ് എനിക്ക് ഇഷ്ടമായിട്ടോ, കുഴപ്പമൊന്നുമില്ല, അടിപൊളി ബാഗാട്ടോ. എടുത്തിട്ട് കുറ്റൊന്നും പറയാനില്ല. അല്ല അവിടെ ചെന്നിട്ട് എന്തേലും എനിക്ക് പറ്റിയത് എടുത്തോ, പിന്നെ എന്തേലും ആയാ പിന്നെ എനിക്ക് പറ്റിയതല്ലേ എടുത്തു എന്ന് അറിയാനല്ലേ. അതന്നല്ലേ ഞങ്ങളത് പൗച്ച് കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് അടിച്ചു, ഒരാഴ്ച സ്കൂൾ തുറന്ന ഒരാഴ്ച കഴിയുമ്പത്തിന് അതിന്റെ സിബ് കടന്നു. ഇത് കേടുമ്പോ ഞാൻ അടിച്ചാണ് രണ്ട് പൗച്ച്. ഇതട്ടോ ഇങ്ങനെ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു പൗച്ച് എടുത്തു. പൗച്ച് വേണമെന്ന് പറഞ്ഞപ്പോ അവളെ അബ്ബ ചോദിച്ചൊരു സംഭവം ഉണ്ട് കേട്ടോ, ഇതെന്താ ചെറിയ കുട്ടിയാണോ പൗച്ചൊക്കെ കൊണ്ടുപോകാൻ. അപ്പൊ അങ്ങനെ പൗച്ച്. പിന്നെന്താ 12 വർഷത്തില് ഒരു എത്രയായി, എന്ത് 1-2 കൊല്ലമുള്ളൂ മറ്റേ കുട മേടിച്ചിട്ട്. ബാക്കിയൊക്കെ ബ്ലാക്ക്. എനിക്ക് ഇഷ്ടപ്പെട്ട കളറ് ബ്ലാക്ക് അല്ലേ? ബ്ലാക്ക് ആണ്, പക്ഷെ കുടന്ന് വെച്ച് അതിൽ ഇഷ്ടല്ല. പക്ഷേ ബാഗിന്റെ കളർ ഉണ്ടോ നോക്കിയാ മതിയായിരുന്നു, അപ്പൊ അത് ഓടിയില്ല കേട്ടോ. പർപ്പിൾ കളർ കൊട, ഓക്കുള്ള കൊടായി, ഇനിച്ചുള്ള കൊടായിട്ടില്ല കേട്ടോ, ചെയ്യാനെടുക്കും. അമ്മ ബ്ലാക്ക് എടുക്ക, എന്താ ഒരു ബ്ലാക്ക് എടുക്കും. അമ്മ ബ്രൗൺ ഒക്കെ എടുത്തുക്കണു. ആ ബ്രൗൺ ഇജും കൊണ്ടുപോയിട്ടില്ലേ? പക്ഷെ ഞാൻ അബച്ച് പറഞ്ഞ മേടിച്ച ബ്ലാക്ക് ആണ്. എന്തായാലും നമ്മൾ രണ്ടാളും തന്നെ കൊണ്ടുപോയില്ലേ. എനിക്ക് ഈ കളർ കോഡിനോട് വലിയ താല്പര്യമില്ല. ഇച്ച അതിനോട്ടേ താല്പര്യമുള്ളൂ. കരിമ്പനടിച്ചിങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങള് ക്ലാസ്സിലൊക്കെ ചുരുട്ടി മടക്കി വെക്കുമല്ലോ. ഞാൻ അമ്മാന്റെ അടുത്തോടുന്നാണ്ട് നിർത്തിയിട്ടുണ്ട്, അപ്പൊ പിന്നെ കരിമ്പന അടിച്ചില്ലല്ലോ. എന്റെ ക്ലാസ് അയക്കൂല. അപ്പൊ അങ്ങനെ കൊട. പിന്നെന്താ ഇത് പിന്നെ എനിക്കുള്ളതാണ് കേട്ടോ, റെഡ് ലിങ്ക് പെന്നാണ് കേട്ടോ. ഇത് ഒരു 20 എണ്ണം കേട്ടോ. ഞാൻ ഇങ്ങനെ തന്നെ കേട്ടോ ചെയ്യല്. കാക്കുണ്ടാകുമ്പോൾ കാക്കു ഹോൾസെയിലിന് അങ്ങനെ കൊടുന്നേരും കേട്ടോ. അപ്പോൾ അങ്ങനെ അത്. പിന്നെ ഇത്രയും വലിയൊരു പാക്കറ്റ് എന്താണ്, പിന്നെ നമ്മളെപ്പോഴും പുറത്തു പോകണില്ലല്ലോ, അപ്പം നമുക്ക് ഇതാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കല്. ബെല്ലൻ്റെ ഫ്രീ ബെല്ല ക്ലാസിക്. എന്തായാലും സാനിറ്ററി പാഡ് നമ്മൾ ഇതാണ് കേട്ടോ, ബെല്ലൻ്റെ 2+1 ഫ്രീ ആണ്. 3 ഇതുണ്ടാവും. അത് മേടിച്ചാൽ നമുക്കൊരു 2-3 മാസം 45 എണ്ണം ഉണ്ട്. 45 എണ്ണം ഒരു 3-3.5 മാസം കഴിയും കേട്ടോ. അതുകൊണ്ട് അപ്പം അങ്ങനെ അത്. പിന്നെ ഞാൻ മേടിച്ചിട്ടുള്ളത് എനിക്കുള്ളൊരു സാധനമാണ് കേട്ടോ. സാധനം എന്ന് വെച്ചാൽ ഇത് കുറച്ച് അതാ ഒന്ന് മറന്നു. എന്ത് ഔല് കാണിച്ചു കൊടുത്തില്ല. ഇത് അലാസ്റ്റിക്കാണ് കേട്ടോ. ഇതൊരു പാന്റ് അടിക്കാൻ കേട്ടോ അതിന്. പിന്നെ ഇത് നമ്മളെ മെഷീൻ. അപ്പം വല്ലേ പറഞ്ഞ ക്രഞ്ചീസിനാണെന്നൊക്കെ പറഞ്ഞ ക്രഞ്ചീസ് പഠിച്ചേ. പാന്റ് ഉണ്ട്, പാന്റ് അടിച്ചാണ്ടേ പാട്ടിയുള്ള പാന്റ്. അല്ല ഞാൻ ആ കേടെത്തിയത് എന്തിയാട്ടി കടത്തിയതാണുണ്ട്, അടിച്ച് പൗതിയാക്കിയതോള് പിടിച്ചു നിർത്തി. ഞാൻ അലാസ്റ്റിക് ആണോ നോക്കാൻ വേണ്ടി നീട്ടി. പിന്നെ അമ്മാനോട് ചോദിച്ചില്ല അത് അങ്ങനെ ആക്ക പണിയൊക്കെ ഉണ്ട്. അപ്പമ്മ പറഞ്ഞു പണിയില്ല, അപ്പൊ പിന്നെ അവിടെ കടക്കട്ടെ ഇരുത്തി ആവില്ല കേട്ടോ. ഇനി നമുക്ക് നമുക്ക് നോട്ട് ബുക്ക് നമ്മൾ എടുത്തത് ഹോൾസെയിൽ കടയിൽ നിന്നാട്ടോ. അപ്പൊ അവിടെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പൊ ഞാൻ അവിടെ എനിക്ക് ഇഷ്ടമുള്ള സംഭവമാണ്. അപ്പൊ ഞാനൊരു പാക്കറ്റ് എടുത്തു. കാരണം നമ്മൾ ഈ ഒരു സ്കൂൾ ഷോപ്പിങ്ങിന്റെ കൂടെ ഇതും കൂടെ പൊളിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടോ ഞാൻ ഓൾക്കായിട്ടൊന്ന് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൽ എനിക്കായിട്ടുള്ളതൊന്നും സ്കൂൾക്കായിട്ടുള്ളത് ഒരു പെന്നിൻ്റെ സെറ്റ് മാത്രമാണ് കേട്ടുള്ളത്. അപ്പോൾ അത് ഒഴിച്ച ബാക്കിയൊക്കെ ഓക്കാണ്. അപ്പോൾ എൻ്റെ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ അല്ലറ ചില്ലറ ഓൺലൈൻ ഷോപ്പിക്കാർ കേട്ടോ. പിന്നെ എനിക്ക് മേടിച്ചാണ്ടാവും കൊട, അതിനൊക്കെ നമ്മൾ പോകും. അതെപ്പോഴേലൊക്കെ പോകുമ്പോൾ മേടിച്ചേക്കാരം. പിന്നെ ഒരു കൂട്ടി ചെരുപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേട്ടോ.
ആ അച്ഛ ചെരുപ്പ് വേണ്ടേ? സ്കൂൾക്ക് ചെരുപ്പാണ്. ഞാനത് ഇപ്പോഴാ ആലോചിച്ച് ഇനി അത് അബ്ബാനോട് പറയണം. അപ്പൊ അതൊക്കെ പിന്നെ പോകുമ്പോ എപ്പോഴേലൊക്കെ പോകുമ്പോ എടുക്കാന്ന് എഴുതിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.